ഡിപ്രഷൻ, ആങ്സൈറ്റി ഇതേപോലെ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആണോ? നിങ്ങൾ എന്താണ് എല്ലാവരും പറയുന്നു, നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നുന്നു ഞാൻ ആങ്ഷ്യസ് ആണ്, ഡിപ്രസ്ഡ് ആണ്, റീല് നോക്കിയിട്ട് അങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് അങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുഞ്ഞു ടെസ്റ്റുകൾ നമുക്ക് വേണ്ടി ചെയ്തു നോക്കിയാലോ? നമുക്ക് തിരിച്ചറിയേണ്ട അത്യാവശ്യമുണ്ടല്ലോ, ഈ കൺഫ്യൂഷൻ തീർക്കണമല്ലോ. അപ്പൊ എങ്ങനെ തീർക്കണം എന്നുള്ളത് കുറച്ച് ടിപ്സ് നോക്കാം. ഫസ്റ്റ് തിങ്, നിങ്ങൾക്ക് മ്യൂസിക്കിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്, ഇപ്പൊ ആ ഇൻട്രസ്റ്റ് പോയി, ഇപ്പൊ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ തന്നെ നിങ്ങൾ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ ഏറെ കൂടുതലാണ്. ഒരു റെസ്പോൺസിബിൾ ടാസ്ക് മദർ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ അത് മാറ്റിവെച്ച് പിന്നെ അത് മറന്നുപോയി, പിന്നെ ഈ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ചെയ്തിട്ടേ ഉണ്ടാവില്ല. അപ്പോഴും ഇത് ആണ് എന്നുള്ളതാണ്. പിന്നെ ഒറ്റയ്ക്ക് എപ്പോഴും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ആ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തും നിങ്ങൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല, സ്ക്രോൾ ചെയ്ത് പോവുകയാണ് എങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നാണ് അർത്ഥം. നാലാമത്തെ ഒരു പോയിന്റ് നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഇമോഷണലി, ഫിസിക്കലി, മെന്റലി ഭയങ്കര ഡ്രെയിൻഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യണം എന്ന് മൈൻഡ് പറയും, പക്ഷെ ബോഡി വേറെ ഒന്നാണ് പറയുന്നത്, കിടന്നുറങ്ങിയാൽ മതിയല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും. ലോൺലിനെസ്സിന് എഡിക്റ്റീവ് ആയിരിക്കും. പിന്നെ ഒരു കോഫിക്ക് ഒരാൾ വിളിച്ചാൽ പോലും ചാടിത്തുള്ളി പോകുന്ന ഒരാളായിരുന്നുണ്ടാവും ഇൻട്രോവേർഡ് ആയിട്ട് എക്സ്ട്രോവേർഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. എക്സ്ട്രോവേർഡ്സ് ആണെങ്കിൽ ഇൻട്രോവേർഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണ്? കംപ്ലീറ്റ്ലി ഇത് കേട്ടിട്ട് തന്നെ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഐ എം ഹിയർ ടു ഹെൽപ്പ് യു വിത്ത് ദ സെയിം. ഞാൻ നിങ്ങളെ കംപ്ലീറ്റ്ലി ഗൈഡ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാം. എനിക്കൊരു സേവേഴ്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് ആങ്സൈറ്റി ഡിപ്രഷനെ ഗെറ്റ് റീഡ് ചെയ്യാൻ. ആ ഒരു ഗെറ്റ് റീഡ് പ്രോഗ്രാം നിങ്ങൾക്കും എൻറോൾ ചെയ്യാവുന്നതാണ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ.